ഹലോ ഫ്രണ്ട്സ്, ദജുസ് ഫ്ലോയിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാവിൻ്റെ ഗ്രാഫ്റ്റിംഗ് ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പ്, പ്ലയർ, പിന്നെ സയോൺ. അത് 2 സയോൺ വെച്ചാണ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് ഡബിളായി ചെയ്യുന്നത്, 2 പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് മാവിൻ്റെ കുറച്ച് ഹൈറ്റിൽ കട്ട് ചെയ്യുക, അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് സെൻറ്ററിലല്ല, സൈഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 പീസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം പോയാലും മറ്റേത് എന്തായാലും ഉണ്ടാവും. നമുക്ക് 100% സക്സസ്ഫുള്ളാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലെ സൈഡിൽ 2 സൈഡിലായിട്ട് കത്തിയോണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഒരു ഇഞ്ച് മുതൽ ഒരു 3 ഇഞ്ച് വരെ നമുക്ക് ഇറക്കി കൊടുത്ത് ചെയ്യാം. അപ്പോൾ പറ്റാവുന്ന പോലെ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്യുക, നന്നായിട്ട് സോഫ്റ്റായി കട്ട് ചെയ്യാൻ നോക്കുക. അത് ഈ പൊന്തി കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇത് പിടിക്കുന്നതാണ്. അത് കട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും പിടിക്കൽ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അത് ശരിയായി വരും. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഫെയിലായാലും അത് നോക്കണ്ട. ഒരെണ്ണം ചെയ്ത് 2 ചെയ്ത് 3-ാമത്തേലൊക്കെ സെറ്റായി വരും. അപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തളരരുത്. ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ 2ാമത്തെ ചെയ്യുക. അപ്പം അങ്ങനെ കെട്ടണമൊക്കെ ഒന്ന് കറക്റ്റാവാനുണ്ട്. അപ്പം അത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സാനിറ്റൈസറൊക്കെ വെച്ച് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ വല്ല ഫംഗസൊക്കെ പോവും. ഞാൻ സാനിറ്റൈസറൊന്നും വെച്ചിട്ട് ചെയ്തിട്ടൊന്നുമില്ല. നമ്മത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ വയ്ക്കുന്നില്ല. ഏതെങ്കിലും ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഇത്. പിന്നെ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, അപ്പോൾ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രശ്നമൊന്നും ഇല്ലാത്തത്. അപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി നന്നായിട്ട് നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അടിയിൽ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് വരാം. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാലും നിങ്ങത് കറക്റ്റ് എയർ കയറാണ്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടാം. അത് പ്ലാസ്റ്റിക് കവർ നല്ല രീതിയിൽ കെട്ടിയിട്ട് ഒരെണ്ണം കൂടി അതിൻ്റെ മേലക്കൂടെ കെട്ടുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ ഉമ്മിട്ടിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതൊരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്തത് ഇപ്പോൾ ഒന്നുകൂടിയും ഇതിൻ്റെ മേലക്കൂടെ കെട്ടിക്കൊടുക്കാം. നന്നായിട്ട് വലിച്ചങ്ങ് ടൈറ്റ് ചെയ്ത് മേലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. എത്രയും വേഗം ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അത്രയും വേഗം ചെയ്യുക. അപ്പം അത്രയും നല്ലതാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് നമ്മളിങ്ങനെ പതുക്കെ ചെയ്യുന്നു. നന്നായിട്ട് എന്നിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഇത് നമ്മൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളടുത്ത വീട്ടിൽ നല്ലതരം വെറൈറ്റി മാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പ് കൊണ്ടുവന്നെടുത്താൽ നമ്മളെ വീട്ടിൽ 3 വർഷം കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തൈ കുഴിച്ചിട്ട് കുറേ നാൾ പിടിക്കും. ഇതാവുമ്പോൾ സിമ്പിളായി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അത് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുളിക്കുക നന്നായിട്ട്. എന്നിട്ട് വെള്ളം കളഞ്ഞിട്ട് വെള്ളം കളയുക. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞ് അതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എടുത്തിട്ട് ഉള്ളി കൊണ്ട് കെട്ടിക്കൊടുക്കുക. എപ്പോഴും ഒരു 2 ഇഞ്ച് മേലേക്ക് നിൽക്കാൻ നോക്കാം കവറ്. അപ്പോൾ ഇതിൻ്റെ തളിയിൽ വരുമ്പോൾ അതുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ അത്യാവശ്യം ടൈറ്റിൽ കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കെട്ടിയത് നല്ലതാണ് ടൈറ്റിൽ. ചിലവർ കെട്ടിക്കൊടുക്കില്ല, കെട്ടിക്കൊടുത്താൽ റിസൾട്ട് ഉണ്ട്.
ഇതുപോലെ നമ്മ ചെയ്ത് ഒരു 10-15 ദിവസത്തെ തൈയാണിത്. അത്യാവശ്യം ഒരെണ്ണം പോയി, പക്ഷേ മറ്റേത് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് കുമ്പളങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഒരു 3-4 കുമ്പളങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു 20 ദിവസം ആവണല്ലോ അതിന്. ചിലത് നല്ല ഗ്രോത്തിൽ വരും. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്നതുള്ളൂ.